വെഞ്ഞാറമൂടിൽ അങ്ങനെ അപാന 23 വയസ്സുകാരൻ തല്ലിക്കൊലപ്പെടുത്തിയ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റ് നടപടിക്രമങ്ങൾക്ക് പൂർത്തിയാക്കി അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നു. വൈകിട്ടോടുകൂടി തന്നെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്ന. മെഡിക്കൽ കോളേജിലേക്ക് നമുക്ക് പോകാം. അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി എല്ലാവരുടെയും മൃതദേഹങ്ങൾ കൈമാറിയിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ പ്രതിയുടെ ആരോഗ്യാവസ്ഥ ചോദ്യം ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ പോലീസിന് തേടാനുണ്ട്. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രതി എത്തിയിട്ടുണ്ടോ? അതായത് ഇവിടുന്ന് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം പുറത്തേക്ക് ഇറക്കാനുള്ളത് ഒരാളുടെ മാത്രമാണ്. അത് പ്രതിയുടെ സഹോദരൻ്റെ മൃതദേഹം മാത്രമാണ്. മറ്റ് മൃതദേഹങ്ങളെല്ലാം ഇവിടെ നിന്നും കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നും ഭൂരിഭാഗം ബന്ധുക്കളും ഇവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ പൊതുദർശനത്തിന് ശേഷം പാങ്ങോട് ജുമാമസ്ജിദിലാവും സംസ്കാരം നടക്കുക. അതോടൊപ്പം തന്നെ ഫർസാനയുടെ സംസ്കാരം ചിറയൻകീഴിലുള്ള പള്ളിയിലും ജുമാമസ്ജിദിലും വെച്ച് നടക്കും. ഇപ്പോൾ വീടുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ നാട്ടുകാർ ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ തെമ്പമൂട് വെഞ്ഞാറം പേരുമല തന്നെ. ബന്ധുക്കളാണോ അത്? അല്ല, നമ്മൾ കണ്ട് പരിചയം, ജമാഅത്ത് പള്ളിക്കാരെല്ലാം ഒന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിലൂടെ കണിയാപുരത്താണ്. ഇവര് ഈ അവസാനമായിട്ട് അവരുടെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധമാണോ പെൺകുട്ടിയായിട്ട്? അല്ല, കണ്ടു കേട്ടുള്ള ഇതാണ് പേരുമല. വീട് അവരെ മയകമ്മ കണ്ടു കേട്ടുള്ള ഇതല്ല, ഒന്നുമില്ല, ബന്ധുക്കളല്ല. അപ്പോൾ ഇവര് എന്താണെന്ന് അറിയാൻ വേണ്ടി എത്തിയതാണ് ഇവിടെ കാണാമെന്ന് പറഞ്ഞു വന്ന ആശുപത്രി വന്നാണ് നമ്മൾ ചെക്കപ്പിന് വന്നത്. അവരുടെ നാട്ടിൽ നിന്നും വന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ മൃതദേഹം അധികം വൈകാതെ തന്നെ ഇവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അറിഞ്ഞും കേട്ടും നടുക്കത്തോടുകൂടി പലരും ആശുപത്രിയിലേക്ക് വരികയാണ്. അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, ഇനി അന്വേഷണം സംബന്ധിച്ച് ഐജിയും പറഞ്ഞല്ലോ, വ്യക്തമായ ഒരു കാരണങ്ങളിലേക്ക് പറയാൻ എത്തിയിട്ടില്ല, സമയമായിട്ടില്ല. അതിന് വിശദമായൊരു ചോദ്യം ചെയ്യൽ വേണം. പ്രതിയിൽ നിന്നും മൊഴികൾ ഒരു ക്ലാരിറ്റിയോടുകൂടി ലഭ്യമാണ്. ഇപ്പോൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലവിൽ ഉണ്ട്. എങ്ങനെയാണ് അന്വേഷണ സംഘം ഒരു കണക്റ്റിംഗ് എവിഡൻസ് സമാഹരിക്കുന്ന രീതിയിലേക്ക് എത്താൻ പോകുന്നത്? പ്രജീഷ്, അന്വേഷണത്തിനും അപ്പുറം ഈ ഒരു കൊലപാതക പരമ്പര നാട്ടിലുണ്ടാക്കിയ ഒരു വലിയ ഭീതിയുണ്ട്. എന്തുകൊണ്ടാണ് ചെറുപ്പക്കാർ ഇങ്ങനെ ഈ ഒരു കൊലക്കത്തി എടുക്കാൻ തയ്യാറാകുന്നത് എന്നുള്ളൊരു ആശങ്ക പൊതുവേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് ഈ കൊലപാതക പരമ്പരയുടെ യഥാർത്ഥ കാരണം എന്ന് പോലീസിന് വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ അഫാൻ പറഞ്ഞ ഈ കുറ്റസമ്മത മൊഴിയാണ് പോലീസിൻ്റെ കൈവശമുള്ളത്. അത് ഇന്നലെ പോലീസിന് കൊടുത്ത മൊഴിയാണ്. അതിനും അപ്പുറം ഒരു കാര്യവും പോലീസിൻ്റെ മുന്നിലില്ല. പക്ഷേ ആ കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പോലീസിന് ഇനി അറിയേണ്ടത് എന്താ ഈ അഫാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ഇത്തരം രീതിയിൽ കൊലപാതകം നടത്താൻ ഉള്ള പ്രചോദനം എന്താണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ ഇയാൾ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഈ കൊലപാതകങ്ങൾ അത്രയും നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കൊലപാതകം നടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് അടുത്ത കൊലപാതകം നടത്തുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇയാളുടെ ഉള്ളിൽ ഒരു കുറ്റബോധമൊന്നും ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയാൻ തക്ക ഒരു വീണ്ടും വിചാരം അയാൾക്ക് ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ പോലീസിനെ അമ്പരപ്പിക്കുന്നുണ്ട്. സംശയിപ്പിക്കുന്നത് അനന്തനിലേക്ക് മടങ്ങിയ നാസറുദ്ദീൻ, ഷമിയുടെ അമ്മാവൻ കൂടി ചേരുന്നുണ്ട് വീണ്ടും. ശ്രീ നാസറുദ്ദീൻ, ഇതാണ് നമ്മൾക്ക് ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നടത്തുന്നത്. എന്തുകൊണ്ട് ഒരു കുറ്റബോധവുമില്ലാതെ ഈ കൃത്യം നടത്തുന്നു, വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്നു? അങ്ങനെ ഒരു പക ഈ ലത്തീഫിനോടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ്? കാരണം ലത്തീഫിനെ 20 തവണ ഈ ചുറ്റിക്ക് അടിച്ച് തല്ലിക്കൊലപ്പെടുത്തുമ്പോൾ അപ്പോൾ അത്രത്തോളം ഒരു വൈരാഗ്യം നമുക്കറിയാമല്ലോ. ബാഹ്യമായ മറ്റൊരു ഒന്നുമില്ല എങ്കിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തിനിത്ര പക? നമ്മൾ സിനിമകളിലൊക്കെ അടുത്തിടയ്ക്കൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അങ്ങനെ തല്ലി ചതച്ച് ഒരു തല്ല് പോലും, അല്ലെങ്കിൽ ആളുകൾ പിടയുന്നത് പോലും കണ്ടു കഴിഞ്ഞാൽ ഇപ്രായത്തിലൊക്കെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള മുൻ ശീലങ്ങളോ മറ്റ് ശീലങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തെക്കുറിച്ച്, ഈ വ്യക്തിയെക്കുറിച്ച് മറ്റൊരു അഭിപ്രായങ്ങളോ തെറ്റായില്ല എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നിരിക്കണം നാസറുദ്ദീൻ ഈ പിതൃ സഹോദരനോട് ഇത്ര വൈരാഗ്യം വന്നത്? ശ്രീ നാസറുദ്ദീൻ, ഈ ലത്തീഫിനോട് ഇത്രയും വൈരാഗ്യം വരാൻ കാര്യം എന്താണ്? അല്ല, ലത്തീഫിനോട് വൈരാഗ്യം വരാൻ ലത്തീഫ് ഈ വീടുമായിട്ട് വല്ല അടുപ്പമാണ്. ഈ വീടുമായിട്ട് നല്ല അടുപ്പമാണ്. എന്തിനും നല്ല എല്ലാ കാര്യങ്ങളും ലത്തീഫാണ് ഈ വീട്ടിൽ ഓടി വരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ടല്ല, അല്ലാതെ വീട്ടുകാര്യങ്ങൾ തിരക്കുക. അനിയൻ്റെ ഭാര്യ എന്ന നിലയിൽ അവൾ RCC ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു. അതുകൊണ്ട് എന്ത് കുറവുണ്ടോ, എന്ത് ബുദ്ധിമുട്ടുകളുണ്ടോ അതറിയാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത്. പിന്നെ എന്തെങ്കിലും പാപ്പഴകളെ കണ്ടാൽ വഴക്ക് പറയും, വലിയച്ഛനാണല്ലോ. ആ ഒരു സ്വഭാവം അല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ ഞാനും
1.5 വർഷം മുമ്പ് ഈ വീട്ടിൽ സ്ഥിരം എല്ലാ കാര്യങ്ങളിലും ഷെമി എന്നെ വിളിക്കും, മാമച്ചി വരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനുമല്ല, വേറെ പ്രശ്നങ്ങളോ ഒന്നുമല്ല. അന്ന് അഫാൻ കൊച്ചൽ അത്ര +1 +2 പഠിക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അറിയാനോ അല്ലെങ്കിൽ പിന്നെ ഇന്നത് ആശുപത്രിയിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്നതിൻ്റെ ഒരു ആവശ്യത്തിനാണ് എന്ന് അത് പറയാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് സ്ഥിരം വിളി. അതുപോലെയാണ് റഹീം. ഒരു പെരുന്നാൾ വന്നാൽ റഹീം വരും, ഓണം വന്നാൽ റഹീം ഫാമിലി ആയിട്ട് വരും. ഫർസാനിയുമായിട്ടുള്ള ബന്ധത്തിൽ കടുത്ത എതിർപ്പ് ഇദ്ദേഹം ഉയർത്തിയിരുന്നോ? അതിൽ നിന്നും ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്ന് സംസാരിക്കുക അങ്ങനെ മറ്റോ ചെയ്തിരുന്നോ? അല്ല, അത് ഞാൻ അറിഞ്ഞതും അവരെ വിളിച്ച് ഉപദേശങ്ങൾ കൊടുത്തു. ഇവിടെ വാപ്പച്ചിക്ക് കടങ്ങളുണ്ട്, വാപ്പച്ചിക്ക് ഉടനെ വരാൻ പറ്റില്ല, മോനെ ഇപ്പോഴും കല്യാണങ്ങളൊന്നും വേണ്ട, നമുക്ക് ഉറപ്പിച്ചുണ്ടെങ്കിൽ വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇഷ്ടമായിട്ടല്ല, അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അയാൾ വന്ന് സംസാരിച്ചിട്ടുണ്ട്, ലത്തീഫ് വന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതൊരു വൈരാഗ്യത്തിന് കാരണമായേക്കാമല്ലേ? അതിനൊരു വൈരാഗ്യ കാരണമാവാം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം എന്നെ അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. അല്ലാതെ അവര് നല്ലപോലെ ആക്കാനല്ലേ നോക്കുന്നത്, മക്കളല്ലേ. ഷമി ഇവരുടെ പൈസ വല്ലതും വാങ്ങിയിട്ടുണ്ടോ ഭർത്താവിന്റെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട്? വെളിയിലാണ് അങ്ങനെ എന്തെങ്കിലും? അല്ല, അവര് അനിയന്മാരേട്ടന്മാര് നല്ല അനിയന്മാരേട്ടന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണങ്ങൾ. ഒരാളിന് പൈസയുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടെന്നാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരാണ്. അത് എനിക്ക് വ്യക്തമായി അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ച. ഈ സാമ്പത്തിക കാര്യങ്ങൾ പറയുന്നു, ഇല്ലാത്ത സമയത്ത്, പണമില്ലാത്ത സമയത്ത് സഹായിച്ച ആളുകളൊക്കെ തന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നു, പണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. അങ്ങനെയൊക്കെ പോലീസിന് ചില സൂചനകൾ ഈ പ്രതിയിൽ നിന്നും കിട്ടുന്ന ചില മൊഴികളാണ്. അപ്പോൾ അതിന് അടിസ്ഥാനമുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, അതിൻ്റെ അടിസ്ഥാനം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിൻ്റെ അടിസ്ഥാനമില്ല എന്നാണ്. കടങ്ങൾ ബാധ്യത വെച്ചാൽ തീർക്കാവുന്ന ബാധ്യതയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വലിയൊരു വിറ്റാൽ തീരാത്ത, അല്ലെങ്കിൽ ഈ വീട് വിറ്റാൽ തീരുന്ന ഇതിനകത്തുള്ള ബാധ്യതകളുള്ളൂ. ഇതെല്ലാം റഹീം ഗൾഫിൽ പോയി വാങ്ങി ആദ്യം വസ്തു മേടിച്ച് 3-4 വർഷം ഈ വസ്തു അങ്ങനെ ഇട്ടിരുന്ന്, ഒരു പാറയൊക്കെയുള്ള വസ്തുവാണ് അത്, അങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കടം തീർന്നിട്ടാണ് വീടിൻ്റെ പണി തുടങ്ങുന്നത്. ആ വീടിൻ്റെ കടങ്ങളും തീർന്നു. ആ 1-2 പ്രമാണങ്ങളൊക്കെ വെച്ചിരുന്നതൊക്കെ ബന്ധുക്കളെ പ്രമാണങ്ങളായിരുന്നു. അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ കാണുന്ന അഫാൻ വളരെ പാവമായിരുന്നു, വളരെ പാവമായിരുന്നു, വളരെ നല്ല സൗമ്യനായ അഫാനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നോടും അങ്ങനെയാണ്. ഉമ്മ വിളിക്കുന്നത് പോലെ മാമെന്ന് പറയാൻ അവനും വിളിക്കുന്നു, ഉമ്മ മാമച്ചിന്ന് വിളിക്കും, അവനും വിളിക്കും മാമച്ചിന്ന്. എന്തുണ്ടെങ്കിലും അങ്ങനെയായിരുന്നു. അല്ലാതെ ഇപ്പോഴത്തെ പ്രകൃതത്തിൽ ഒരു മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കൊന്നും മനസ്സിലാവാത്തത്. മദ്യപാനം ഉണ്ടായിരുന്നതായി പറയുന്നു. ഇനി മറ്റ് വഴിതെറ്റിപ്പോയ അവസ്ഥ മറ്റും ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെ മദ്യപാനം കുടിച്ച് അങ്ങനെ വഴിതെറ്റിപ്പോവാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായില്ലെന്നാണ് എൻ്റെ വിഷയം. ഉണ്ടെങ്കിൽ ഞാൻ അറിയുമായിരുന്നു, എന്നോട് ആരെങ്കിലും പറയും. ആ രീതിയിലാണ് ഞാൻ ഈ വീടുമായിട്ട് അടുപ്പമുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഓവറായിട്ടോ മദ്യപാനം കുടിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടിച്ച് തുടങ്ങിക്കാണുമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഓവറായിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുമായിരുന്നു. ഈ ഷമിയുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു, ഉമ്മയുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു. നല്ല സ്നേഹമാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാലും മേടിച്ച് കൊടുക്കുകയും, എന്ത് ഫുഡ് തന്നെ എന്ത് വേണമെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഉള്ള മേടിച്ചെല്ലാം കൊടുക്കുമായിരുന്നു. അടുത്തിടെ വഴക്ക് കൂടുന്ന സ്ഥിതിയിലേക്ക് വല്ല ഉമ്മയുമായിട്ട് എത്തിയിരുന്നോ? ഇല്ല, സ്വാഭാവികമായി മക്കളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വീട്ടിൽ വർത്തമാനം പറയുന്ന, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അങ്ങനെ ഒരു മുഷിപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എതിർക്കുമായിരുന്നോ ഫർസാന വീട്ടിൽ ഈ പെൺകുട്ടി, ഈ സുഹൃത്തിനെ, ഈ കാമുകിയെ വീട്ടിലേക്ക് എത്തിക്കുന്നതിൽ? അങ്ങനെ അത് സ്വാഭാവികമായ ഒരു അമ്മയല്ലേ. മോനെ വാപ്പ ഇങ്ങനെ കടത്തി നിൽക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന അമ്മയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. വേറെ നാട്ടുകാർ പറയുന്നേക്കാളും അമ്മ പറയുന്നതല്ലേ അതിന് ഉചിതമായിട്ട് തോന്നി. അങ്ങനെ പറഞ്ഞു കാണും. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ അവർ തയ്യാറായി കാണൂല. അതുമായിട്ട് ബന്ധപ്പെട്ടാണോ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ പ്രണയം, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അങ്ങനെ ഉണ്ടെങ്കിൽ മാറുന്നുണ്ട്. അത് എതിർത്തത് ഒരു വൈരാഗ്യം കൂട്ടാൻ കാരണമായിട്ടുണ്ട്. പിന്നീട് കയ്യിലാണെങ്കിൽ പൈസയില്ല, അപ്പോൾ പല രീതിയിൽ സാമ്പത്തികമായിട്ട് ഇപ്പോൾ നിനക്ക് സമ്പത്തില്ലല്ലോ, നീ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്, ചെറുപ്രായമാണ്, അങ്ങനെയൊക്കെയുള്ള ഉപദേശങ്ങൾ പല വഴിക്ക് വന്നിരിക്കണം.
അതെ, തീർച്ചയായും വന്നിരിക്കണം. കാരണം 4 ദിവസത്തിന് മുമ്പ് ഞാൻ ആറ്റിങ്ങലോട്ട് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്ക് ബൈക്കിൽ വരുന്ന സമയത്ത് ഈ പെൺകുട്ടിയായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്, ഈ പെൺകുട്ടിയായിട്ട് ആ ബൈക്കിൽ ഹെൽമെറ്റ് പോലും ഇല്ലാതെ വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും ആറ്റിങ്ങൽ റോഡിലേക്ക് പാസ് ചെയ്ത് പോകുന്നു. എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു. ഹെൽമെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വ്യക്തമായി അഫാനാണെന്നും എനിക്ക് പെൺകുട്ടി അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ പെൺകുട്ടിയുടെ അച്ഛനെയൊക്കെ അറിയായിരുന്നു, ഈ പെൺകുട്ടി ഏതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്തിനാണ് ആ കുട്ടിയുടെ അച്ഛനെയൊക്കെ മനസ്സിലായത്, എനിക്കറിയാമെന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് അച്ഛൻ. പക്ഷേ ഈ പെൺകൊച്ചിനും അറിയില്ലായിരുന്നു. ഞാൻ നേരിട്ട് കാണുകയാണ് ചെയ്തത്. ആ ആറ്റിങ്ങൽ റോഡുള്ള ഇന്ത്യൻ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് വെച്ചാണ് ഞാൻ കാണുന്നത്. ശരി, അപ്പോഴാണ് ഞാൻ അത് വീട്ടിൽ പറയും അപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള പല ഉപദേശങ്ങളൊക്കെ വരുമ്പോഴും എന്തിനാണ് പെറ്റമ്മയെ സഹിതം കൊലപ്പെടുത്തിയത്, ഉമ്മയെ സഹിതം ഏറ്റവും നെഞ്ചോട് ചേർത്ത് കൈക്കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞനുജനെ ഇങ്ങനെ തല്ലിക്കൊന്നത് എന്തിനു വേണ്ടി? അതാണ് നമ്മെ ഇപ്പോഴും സംശയം ഉളവാക്കുന്നതും ഉത്തരം കിട്ടാത്ത ചോദ്യം. കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടിന് ഇടയ്ക്കായിരിക്കും നമ്മൾ ഇത്തരം കൂടുതൽ സംഭവങ്ങൾ അടിക്കടെ ഉണ്ടാകുന്നത്. കാരണം മകനെ തല്ലിക്കൊല്ലുന്ന പിതാവ്, അച്ഛനെ തല്ലിക്കൊല്ലുന്ന മകൻ, അമ്മയുടെ കഴുത്തറക്കുന്ന മകൻ, അങ്ങനെ എത്രയോ ക്രൂരതകൾ. അയൽവാസിയെ തല്ലിക്കൊല്ലുന്നു, നിസ്സാര കാരണത്തിന് വാളെടുത്ത് വെട്ടുന്നു, കത്തി കൊണ്ട് പള്ളയ്ക്ക് കയറ്റുന്നു, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. ഇന്നത്തെ ഈ സംഭവം ഒരു കൂട്ടക്കൊല കേരളത്തിൽ അടുത്തിടെ എങ്ങും നമ്മൾ കാണാൻ കഴിയാത്ത രീതിയിലുള്ള സമാനതകളില്ലാത്ത ഒരു കുറ്റകൃത്യമായി അത് മാറുമ്പോൾ ഏറ്റവും വളരെ പിഞ്ചോമന. കാരണം ഒരു അനുജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. ആ ബാല്യകാലം മുതൽ നമ്മൾ കയ്യിൽ ചേട്ടനാണെങ്കിൽ ചേർത്ത് പിടിച്ച് അവനെ എല്ലാ വഴികളിലൂടെയും കൊണ്ടുപോകുന്ന ഒരു പയ്യൻ, ആ പയ്യനെയാണ് തല്ലിക്കെടുത്തിരിക്കുന്നത്. അതും ഒരു മറ്റു വൈരാഗ്യങ്ങളും ഒന്നുമില്ല. അവർ കൂടപ്പിറപ്പുകളാണ്. ആ കൂടപ്പിറപ്പിനെ തല്ലിക്കൊല്ലുന്ന ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു 23 വയസ്സുകാരൻ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ വാർത്ത നാടിനെ ഒന്നാകെ ഉലയ്ക്കുന്നുണ്ട്. അറിയാവുന്ന ആളുകൾക്കൊന്നും തന്നെ അത് സഹിക്കാൻ കഴിയുന്നില്ല. ഈ കെട്ടകാലമാണ്, കാലം എങ്ങോട്ട് പോകുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾക്ക് കേൾക്കാം. പറ്റൂല, നമ്മളെ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ നടന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല നമ്മളെ അറിവിൽ നമ്മൾ ഇതുപോലെ കണ്ടിട്ടില്ല. തൊട്ടപ്പുറത്തുള്ള തൊട്ടടുത്ത വീട്ടിൽ നമ്മൾ ഇത്രയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഒരു വിഷമം. അങ്ങനെ കാലമേ എന്തൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് മലയാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമേൽ ഉള്ളിലേക്ക് തറച്ച മുഖങ്ങളും ഒക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്. 23 വയസ്സുകാരൻ ആ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. AK സ്റ്റെഫിനിലേക്ക് പോവുകയാണ്. സ്റ്റെഫിൻ, അവിടെ ഈ പെൺകുട്ടിയുടെ വീട്ടിലാണിപ്പോൾ AK സ്റ്റെഫിൻ ഉള്ളത്. ആ നാട് അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവത്തെ, അവർക്ക് നേരത്തെ നമ്മൾ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ പലർക്കും ക്യാമറയ്ക്ക് മുൻപിലേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാമുകിയെ വിളിച്ചു വരുത്തുന്ന വീട്ടിലേക്ക്. അങ്ങനെ ആ കാമുകിയും കൂടി കൂട്ടക്കൊലയിൽ ഇരയായിരിക്കുകയാണ്. എപ്പോൾ മൃതദേഹം എത്തിക്കും? 3 മണിയോടുകൂടി മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയുന്നത് നേരത്തെ. പിന്നീട് സംസ്കാര ചടങ്ങുകൾ, അതൊക്കെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായോ? പ്രജീഷ്, അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏതാണ്ട് 3 മണിയോടുകൂടി എത്തുമെന്നുള്ളതാണ് നേരത്തെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ വെഞ്ഞാറമൂട് പുത്തൂരുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ അധിക നേരമൊന്നും മൃതദേഹം വയ്ക്കില്ല. ഇവിടെ നിന്ന് നേരെ ചിറയൻകീഴിലേക്കാണ് മൃതദേഹം കൊണ്ടുപോവുക. അവിടെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. ഈ ഫർസാനയുടെ അച്ഛൻ സുനിലിൻ്റെ വീട് അവിടെയാണ്, ചിറയൻകീഴിലാണ്. അവർ ഇങ്ങോട്ടേക്ക് വെഞ്ഞാറമൂട് വന്ന് ഈ കാണുന്ന വീട്ടിൽ താമസമായിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇവിടെ നിന്നായിരുന്നു പഠിക്കാനൊക്കെയായി അഞ്ചൽ സെൻറ് ജോൺസ് കോളേജിലേക്കൊക്കെ പോയി വന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും എല്ലാം തന്നെ ഫർസാനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ്. ഓരോ മുഖത്തും ആ ഒരു വിഷമം, ദുഃഖം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഫർസാനയുടെ സഹോദരൻ്റെ കൂട്ടുകാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം തന്നെ കുഞ്ഞുങ്ങളാണ്. അവരെല്ലാം ആ ചേച്ചിയെ കാണുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. അടുത്ത ബന്ധുക്കൾ ഈ പൂമുഖത്ത് ഇങ്ങനെ നിൽക്കുന്നു. സാധാരണഗതിയിൽ ഈ സ്ഥലത്തേക്ക്, ഫർസാനയുടെ ഈ വീട്ടിലേക്കും അതോടൊപ്പം തന്നെ ഇതിന് സമീപത്തുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ ഈ പ്രതിയായിട്ടുള്ള അഫാൻ വരാറുണ്ടായിരുന്നു. ഇതിന് സമീപത്ത് അഫാന് നിരവധി കൂട്ടുകാരുണ്ട്. അവരെ കാണുന്നതിന് വേണ്ടിയും ഫർസാനയെ കാണുന്നതിന് വേണ്ടിയുമൊക്കെ വരാറുണ്ടായിരുന്നു. ഇന്നലെ ഈ വീട്ടിൽ നിന്നാണ് അവസാനമായി ആ പ്രതിയുടെ അടുത്തേക്ക്, ആ വല വിരിച്ചിരുന്ന പ്രതിയുടെ അടുത്തേക്ക് ഫർസാന പോയത്. മറ്റ് വീട്ടിൽ മറ്റെന്തോ കാര്യം പറഞ്ഞു, ട്യൂഷന് പോകുന്നു, താങ്ങാനാകുന്നില്ല. എല്ലാവർക്കും പ്രണയങ്ങൾ ഉള്ളവരായിരിക്കാം. പക്ഷെ ആ പ്രണയമൊക്കെ മരണഗന്ധമുള്ള ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ഒരു മാനസികാവസ്ഥയിലാണ് അവരൊക്കെയും ഉള്ളത്. ഷമീം മണ്ണമ്പച്ചയിൽ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രതിനിധി വീണ്ടും ശരിയാണ്. ഷമീം, അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ, നമ്മൾ ഓരോ ദിവസവും ഓരോ കുറ്റകൃത്യങ്ങൾ കേട്ട്
ഉണരുകയും അത് കേട്ട് ഉറങ്ങുന്ന ആളുകളാണ്. പക്ഷേ ഇത് വളരെ അപ്രതീക്ഷിതമാണ് ഒരു നാടിനെ സംബന്ധിച്ചോളം. എത്രയോ പേരെയാണ് തല്ലിക്കെടുത്തുന്നത്. അപ്പോൾ എന്ത് മാനസികാവസ്ഥയിലായിരുന്നിരിക്കണം മറ്റ് ബാഹ്യമായിട്ടുള്ള, കാരണം ആസൂത്രിതം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെ. കാരണം ഒരു 5 മണിക്കൂറിനുള്ളിൽ തന്നെ എല്ലാ കൃത്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യുന്നു. പക്ഷേ നമ്മൾ മുൻപ് തിരുവനന്തപുരത്ത് അമ്മയും അച്ഛനെയും ഒക്കെ തന്നെ ചുട്ടുകൊന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളിൽ അവർക്ക് പ്രത്യേകമായ മാനസികാവസ്ഥ, അവർ അതിനുവേണ്ടി നേരത്തെ ട്രെയിൻ ചെയ്യപ്പെടുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഈ അഫാനിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ടോ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ ഈ വ്യക്തിയെക്കുറിച്ച് കുറച്ചുകൂടി നന്നായി അറിയാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ? നമുക്കിതിന് പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഒരിക്കലും നമ്മൾ കേൾവിയില്ലാത്ത ഒരു സംഭവമാണ്. നമുക്കൊരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് നമ്മുടെ നാടിന് വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ്. കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട്, വളരെ പ്രയാസത്തോടുകൂടി. കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുടുംബങ്ങൾ, ഇവരുടെ ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ നല്ല ഐക്യത ഉള്ളവരാണ്. എന്ത് കാര്യത്തിനും പരസ്പരം അങ്ങാട്ടും സഹായിക്കുകയും നല്ല കുടുംബ ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. നമുക്കത് അറിയാവുന്നതാണ്. പക്ഷേ ഇതൊരു വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിപ്പോയത്. അതാണ് ഈ അവസരത്തിൽ ഇത് പറയാനായിട്ടുള്ളത്. കാരണം വളരെ പ്രയാസപ്പെടുത്തുന്നൊരു സംഭവമാണ്. തീർച്ചയായും ഷമീം സൂചിപ്പിച്ചതുപോലെ നടുക്കത്തിലാണ്. ഈ പറയുന്ന രീതിയിൽ ഞാൻ നേരത്തെ അമ്മാവനോട് ഉമ്മയുടെ അമ്മാവനോട് ചോദിച്ചതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വൈരാഗ്യം ഇവരോട് ഇത്രമേൽ പൊടുന്നനെ ഉണ്ടാകുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നേരത്തെ ഉണ്ടായിരുന്നോ? പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക അവസ്ഥ ശരിയല്ല എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെയാണെങ്കിൽ നിസ്സാരമായി കൈകാര്യം ചെയ്യാം. നേരത്തെ നമ്മോട് സംസാരിച്ച ശ്രീ നാസറുദ്ദീൻ പറഞ്ഞത് ഇവർ ബന്ധുബലമുള്ള ആളുകളാണ്, എന്ത് കാര്യത്തിനും പരസ്പരം സഹായിക്കും. സാമ്പത്തിക അവസ്ഥയിലാണെങ്കിലും ബന്ധുബലം ഈ നാട്ടിലൊക്കെ നഷ്ടപ്പെടുന്ന ഒന്നാണ്. നമ്മളൊക്കെ തളരുന്ന അവസ്ഥയിൽ ഒപ്പം ആരുമില്ല എന്നൊരു പരിവേദനമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, എല്ലാവരും കൂട്ടത്തിൽ പരസ്പരം സഹായിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ പിന്നെ എന്തുണ്ടായി എന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അതാണ് നമുക്കും നമ്മുടെയും ഇതെല്ലാം ഒരു ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യം. കാരണം ഇവർ നല്ല ഐക്യത ഉള്ളവരാണ്. കാരണം കുടുംബത്തിൽ ഐക്യത ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികളിൽ സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി വരുന്നത്. പക്ഷേ ഇത് ഈ കുടുംബത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ഐക്യതയുള്ള കുടുംബങ്ങളാണ്. നല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സഹോദരിമാരായാലും സഹോദരങ്ങളായാലും ഈ പയ്യൻ്റെ വലിയപ്പ, അതേപോലെ മാമിമാർ, അവരുടെ ബന്ധുക്കൾ തമ്മിൽ വളരെ നല്ല അടുപ്പമുള്ള ആൾക്കാരാണ്. ഇതൊക്കെ നമുക്ക് എൻ്റെ കൊച്ചെന്നാളിൽ ഞാൻ അവരെ കാണുന്നതാണ്. നമുക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്. അത്രയും കുടുംബം ബന്ധം പുലർത്തി പോകുന്ന ഇവരുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തൊരു വിഷയം. എന്താണ് ഇതിൻ്റെ മോട്ടീവ്, എന്താണ് ഈ പയ്യൻ ഇങ്ങനെ ചെയ്യാനുണ്ടായ സാഹചര്യം, ഇതിനാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത്. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലും വളരെ വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇതാണ് എന്നെ സംബന്ധിച്ച് നമ്മുടെ നാടിനും അതിൻ്റെ അയൽവാസികൾ അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് നമ്മൾ ഇത് കേട്ടിട്ട് ബാക്കി അറിഞ്ഞപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഇന്നലെ നമ്മളുണ്ടായിരുന്നത്. ശരി ഷമീം, അതാണ് കേരളം ചോദിക്കുന്നത്. എന്ത് പറ്റി അഫാൻ 5 പേരുടെ ഉറ്റവരുടെ ഉയരെടുക്കാൻ എന്ത് പറ്റി, എന്താണ് സംഭവിച്ചത് എന്ന് അറിയുന്നതേയില്ല. ഇപ്പോഴും ഈ വ്യക്തി നമ്മോടൊപ്പം ഉണ്ട്. വ്യക്തി ഇനി ചോദ്യം ചെയ്യലിന് ഉത്തരങ്ങൾ പറയാൻ പ്രാപ്തനായുണ്ട്. അപ്പോഴും 5 ജീവനുകൾ അവിടെ ഇല്ല എന്ന യാഥാർത്ഥ്യം കേരളത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വളരെയധികം നന്ദി രണ്ടുപേർക്കും ചർച്ചയിൽ പങ്കെടുത്ത് നിലപാടുകൾ അറിയിച്ചതിനും നിങ്ങളുടെ അറിവുകൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചതിനും.